ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെ ഇടതുകാലിനു കൂടി ചലനശേഷി കിട്ടിയിട്ടുണ്ടോ എന്ന് തൻ്റെ സംശയം ഉറപ്പിക്കാനായിട്ട് മേഘൻ രണ്ടാമതും വാമനയും കൂട്ടി കണ്ണൻ്റെ മുറിയുടെ പരിസരത്ത് എത്തുന്നുണ്ട്. തുടർന്ന് താക്കോൽ ദ്വാരത്തിലൂടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. അച്ഛനൊന്ന് നോക്കാൻ വാമനോടായിട്ട് മേഘൻ പറയുമ്പോൾ, ഇതിലിരുന്ന് ഞാൻ എങ്ങനെ നോക്കാനാ, നീ തന്നെ നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് വാമൻ. അങ്ങനെ മേഘൻ താക്കോൽ പഴുതിലൂടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് തന്നെ അവരെ ഞെട്ടിച്ചുകൊണ്ട് മാർക്കോ അവിടെ എത്തി മേഘനെ ചവിട്ടി വീഴ്ത്തുന്നുണ്ട്. അന്നേ നിനക്ക് താക്കീതെന്നത് വിട്ടതല്ലേ, കണ്ണൻ സാറിൻ്റെ മുറിയുടെ പരിസരത്ത് കണ്ടുപോകരുതെന്ന് മാർക്കോ പറയുമ്പോൾ, എനിക്ക് കണ്ണനെ കാണണമെന്ന് തോന്നി, അപ്പോൾ ഇവൻ എന്നെയും കൂട്ടി വന്നതാണെന്നെല്ലാം വാമൻ മേഘന് വേണ്ടിയിട്ട് കള്ളം പറയുമ്പോൾ, വെറുതെ കള്ളം പറയണ്ട, മറ്റെന്തോ ദുരുദ്ദേശം വെച്ചുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട് മാർക്കോ. അച്ഛനെയും മോനെയും കള്ളം പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അനന്തവും പറയുന്നുണ്ട്. ഇനി നിന്നെ ഈ കണ്ണൻ സാറിൻ്റെ മുറിയുടെ പരിസരത്ത് എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനോടൊപ്പം നിനക്കും ഇവിടെ കിടക്കേണ്ടി വരും. നിൻ്റെ അച്ഛൻ്റെ ചികിത്സ പൂർത്തിയാക്കാതെ തോമസ് സാറ് രണ്ടുപേരെയും ഇവിടുന്ന് കെട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മേഘനും വാമനും കണക്കും കൊടുത്ത് അവരെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് മാർക്കോ ചെയ്യുന്നത്. അവർ പോയതിന് ശേഷം കണ്ണനോടായിട്ട് അനന്ത് പറയുന്നുണ്ട്, നിൻ്റെ കാലിന് ചലനശേഷി കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ കിടന്ന് കറങ്ങുന്നതെന്ന് പറയുമ്പോൾ, അവരത് അറിയുകയാണെങ്കിൽ അറിയട്ടെ സാറേ, എന്നിട്ട് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട്. നമുക്ക് ഈ വിവരം തോമസ് സാറിനോട് പറയാം, അദ്ദേഹം അറിഞ്ഞാൽ അവരെ രണ്ടുപേരെയും ഇവിടുന്ന് ഇപ്പം തന്നെ പറഞ്ഞു വിടുമെന്ന് അനന്ത് പറയുമ്പോൾ, കാര്യങ്ങൾ എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ, തീരെ നിവൃത്തിയില്ലെങ്കിൽ ഞാൻ തന്നെ അവനെയും അവൻ്റെ അച്ഛനെയും ഇവിടെ നിന്ന് കെട്ടിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. പിന്നീട് സ്വന്തം വീട്ടിലെത്തുന്ന കരുണയും ഉണ്ണിയും ഇനി അമ്മയുടെ പിറന്നാൾ കഴിഞ്ഞിട്ട് മാത്രമേ കമലേശ്വരത്തേക്ക് തിരികെ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ശേഷം വൈകുന്നേരം മഹി അമ്മയെ കാണാനായിട്ട് വീട്ടിലെത്തുന്നു. മഹി വരുന്നതും മുത്തശ്ശിയും പ്രതാപനും കരുണയും ചേർന്നിട്ട് മഹാലക്ഷ്മിയെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചുട്ട മറുപടി തന്നെ മഹാലക്ഷ്മി കൊടുക്കുന്നുണ്ട്. ഇതേ സമയം മോഹിനി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോഹിനിക്കാണെങ്കിൽ മഹാലക്ഷ്മിയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് വളരെ സ്നേഹത്തോടു കൂടി തന്നെ മോഹിനി മഹാലക്ഷ്മിയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന മുത്തശ്ശിയാണെങ്കിൽ അവളുടെ മൂത്ത മോളെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ, ഇതുപോലെ ഒരവസ്ഥയിലിരിക്കുന്ന സ്വന്തം ഇളയ മോൾക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ പോലും അവൾക്ക് ഇതുവരെ തോന്നിയില്ല എന്നെല്ലാം മുത്തശ്ശി മോഹിനിയെ കുത്തി പറയുമ്പോൾ, എനിക്കെൻ്റെ രണ്ട് മക്കളും തമ്മിൽ ഒരു വേർതിരിയുമില്ല, രണ്ടുപേരും എനിക്കെൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെയാണ്. അതൊന്നും മനസ്സിലാക്കാതെ പോകുന്നത് അമ്മയും അമ്മയുടെ മോനും എൻ്റെ ഇളയ മോളും ആണെന്നെല്ലാം മോഹിനി പറയുമ്പോൾ, അമ്മ വെറുതെ എന്തിന് ഇവരോടൊക്കെ സംസാരിച്ച് സമയം കളയുന്നത്, അമ്മയ്ക്ക് പിറന്നാളിന് ചില സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് എൻ്റെ വരവ്, നമുക്കകത്തേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അമ്മയും കൂട്ടി പോകുമ്പോൾ, കണ്ടില്ലേ പ്രതാപ, നിൻ്റെ ഭാര്യയുടെ അഹങ്കാരം, നിൻ്റെ ഭാര്യയുടെയും അവളുടെ മൂത്ത മോളുടെയും അഹങ്കാരം, അതിന് നമുക്ക് ആണിക്കല്ല് തറയ്ക്കണ്ടേ എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, അതൊക്കെ ഈ 18-ാം തീയതി വരെയല്ലേ ഉള്ളൂ മുത്തശ്ശി, അത് കഴിഞ്ഞാൽ പിന്നെ അമ്മ മൂത്ത മോളെ ഓർത്ത് കണ്ണീരൊഴിപ്പിച്ച് കഴിയുന്നത് നമുക്ക് കണ്ട് സന്തോഷിക്കാം. പിന്നെ ഒരാഘോഷത്തിലും പങ്കെടുക്കാനായിട്ട് ലക്ഷ്മി ഉണ്ടാവില്ല. അവൾ പങ്കെടുക്കാൻ പോകുന്ന അവസാനത്തെ ആഘോഷമാണ് അവളുടെ അമ്മയുടെ പിറന്നാൾ. മോളുടെ ആണ്ടും അമ്മയുടെ പിറന്നാളും ഒരു ദിവസം നല്ല രസമായിരിക്കും. എൻ്റെ ഉണ്ണിയേട്ടനെ കൂലിക്കാരനാക്കിയിട്ട് അവളങ്ങനെ തലയ്ക്ക് മുകളിലേക്ക് പറക്കണ്ട, ഞാൻ എന്തായാലും അകത്തേക്ക് പോയിട്ട് അവൾ അമ്മയ്ക്ക് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കരുണ മഹാലക്ഷ്മിയുടെയും മോഹിനിയുടെയും പുറകെ ചെല്ലുന്നുണ്ട്. അങ്ങനെ അകത്തെത്തുന്നതും കാണുന്ന കാഴ്ച കരുണയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. മോഹിനിക്ക് 2 സ്വർണ്ണവളകളും വില കൂടിയ സാരിയൊക്കെയാണ് മഹി പിറന്നാൾ സമ്മാനമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അത് കാണുന്നതും അസൂയയും കുശുമ്പും ഒക്കെ കാരണം രക്തം തിളയ്ക്കുന്നുണ്ട് കേട്ടോ കരുണയുടെ. അപ്പോൾ മോഹിനി ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ അമ്മയ്ക്ക് ഇതൊക്കെ, അമ്മയുടെ ഈ പിറന്നാൾ പോലും അതിൽ പോലും ഒരാഘോഷം വേണ്ട എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്, മോൾ എന്തിനാ വെറുതെ കാശ് കളഞ്ഞത് എന്നെല്ലാം മോഹിനി ചോദിക്കുമ്പോൾ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അമ്മേ, പിന്നെ ഇതൊക്കെ അമ്മയ്ക്ക് തരണം എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് അമ്മയുടെ മരുമകൻ കണ്ണേട്ടൻ തന്നെയാണ്, കണ്ണേട്ടനാണ് ഇതെല്ലാം വാങ്ങി തന്നു വിട്ടത് എന്നും മഹി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് കരുണയ്ക്കാണെങ്കിൽ അസൂയ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ല ഭംഗിയുള്ള വളകൾ ഇത് മോള് തന്നെ വെച്ചാൽ മതി, അമ്മയ്ക്ക് എന്തിന് ഈ പ്രായത്തിൽ ഇതൊക്കെ, അമ്മയ്ക്ക് മോളുടെ മുഖത്ത് സന്തോഷം കണ്ടാൽ മാത്രം മതി, അതാണ് അമ്മയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പിറന്നാൾ സമ്മാനം എന്നെല്ലാം മോഹിനി പറയുമ്പോൾ,
അതൊന്നും പോരാ, അമ്മ ഈ വളകളും സാരിയൊക്കെ ഇട്ട് അണിഞ്ഞ് സുന്ദരിയായിട്ട് വേണം പിറന്നാളിൻ്റെ അന്ന് നിൽക്കാനെന്നെല്ലാം മഹി അമ്മയോട് പറയുന്നുണ്ട്. അപ്പോൾ കരുണയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ കരുണ വന്നിട്ട് അമ്മ പറഞ്ഞത് ശരിയാണ്, 47 കഴിഞ്ഞ അമ്മയ്ക്ക് എന്തിനാ സ്വർണ്ണ വളകളും ആഡംബര സാരികളും എന്നൊക്കെ കരുണ ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മയല്ലേ, അപ്പോൾ പിന്നെ എനിക്ക് കൊടുക്കാൻ ആഗ്രഹം കാണില്ലേ എന്നെല്ലാം മഹി ചോദിക്കുമ്പോൾ, അതൊന്നുമല്ല നിൻ്റെ ഉദ്ദേശം, എന്നെ നിനക്ക് മുന്നിൽ താഴ്ത്തിക്കെട്ടണം, നിനക്ക് വില കൂടിയ സമ്മാനങ്ങളൊക്കെ അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയും എന്ന് നാട്ടുകാരുടെയും നമ്മളുടെ ബന്ധുക്കളുടെ മുന്നിലൊക്കെ നിനക്ക് വരുത്തി തീർക്കണം. അതിനുവേണ്ടി മനഃപൂർവ്വമാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്. നീ ഇപ്പോൾ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻസിൻ്റെ MD അല്ലേ, എൻ്റെ ഭർത്താവാണെങ്കിൽ അവിടുത്തെ വേറെ ഒരു ശമ്പളക്കാരൻ. അപ്പോൾ എൻ്റെ ഭർത്താവിന് എനിക്കതൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വരുത്തി തീർക്കാനാണ് നിൻ്റെ ശ്രമം. അതിനുവേണ്ടി തന്നെയാണ് നീ വില കൂടിയ സാരിയും ആഭരണങ്ങളൊക്കെ അമ്മയ്ക്ക് വാങ്ങിക്കൊണ്ടു കൊടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനിയുടെയും മഹാലക്ഷ്മിയുടെയും സന്തോഷം മനഃപൂർവ്വം തല്ലിക്കെടുത്തുന്നുണ്ട് കേട്ടോ കരുണ. അപ്പോൾ കരുണയുടെ ആ വാക്കുകൾ കേട്ട് മോഹിനിക്കും മഹാലക്ഷ്മിക്കും വല്ലാതെ വിഷമാവുന്നുണ്ട്. ശേഷം ഞാൻ ഓഫീസിൽ നിന്നും വരുന്ന വഴിയാണെന്നും അമ്മയുടെ പിറന്നാൾ ദിവസം ഞാൻ കണ്ണേട്ടനെയും കൂട്ടിക്കൊണ്ട് അതിരാവിലെ തന്നെ എത്താമെന്നും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അമ്മയോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ കരുണയിൽ നിന്നും ലക്ഷ്മി അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളത് വില കൂടിയ സമ്മാനങ്ങളാണെന്നൊക്കെ മനസ്സിലാക്കുന്ന പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ വീണ്ടും മനഃപൂർവ്വം മഹാലക്ഷ്മിയെ കുത്തി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കമ്പനി ഭരണം മുഴുവൻ നിന്നെയാണല്ലോ കണ്ണനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ കണക്കുകളൊന്നും കണ്ണനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കമ്പനിയിൽ നിന്നും ഇഷ്ടം പോലെ നിനക്ക് കൈയിട്ട് വരാം. അതിൽ നിന്നും കുറച്ച് നീ നിൻ്റെ അമ്മയ്ക്ക് കൊണ്ടുവന്നു കൊടുത്തു. അതിപ്പോൾ ആർക്കാ അറിയാൻ കഴിയാത്തത്? ഇനി നിൻ്റെ അമ്മയ്ക്ക് ആഭരണങ്ങളും പട്ടുസാരിയും ഒക്കെ അണിഞ്ഞ് അമ്പലത്തിലെ പൂജാരിയെ സന്തോഷിപ്പിക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയും കരുണയും കൂടി മോഹിനിയെയും മഹാലക്ഷ്മിയെയും അങ്ങേയറ്റം അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് മഹാലക്ഷ്മിക്ക്. അപ്പോൾ മഹി പറയുന്നുണ്ട്, എൻ്റെ അമ്മയെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കേട്ട് നിൽക്കില്ല. പിന്നെ കണ്ണേട്ടൻ എന്നെ കമ്പനി ഏൽപ്പിച്ചതിന് ശേഷം അനധികൃതമായിട്ട് ഒരു പൈസ പോലും ഞാൻ അവിടെ നിന്ന് എടുക്കാറില്ല. ഒരു പണം പോലും അവിടെ നിന്ന് നഷ്ടപ്പെടാനുള്ള കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഉണ്ണിയെയും അമ്മാവനെയും കമ്പനിയിൽ തരം താഴ്ത്തിയത് എന്ന് അവർക്ക് ഉരുളക്കുപ്പേരി പോലെ വായടപ്പിക്കുന്ന മറുപടി തന്നെ കൊടുത്ത് മഹി അമ്മയോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. മഹി പോയതിന് ശേഷം അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ, 18-ാം തീയതി വരെയുള്ളൂ അല്ലേ മുത്തശ്ശി അവളുടെ അഹങ്കാരം. അതിനുശേഷം എല്ലാം നമ്മുടെ കാൽ ചുവട്ടിലാണ്. മൂത്ത മകൾക്ക് വേണ്ടി എന്നെ കരയിച്ച എൻ്റെ അമ്മയെ പോലും ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്ന് അഹങ്കാരത്തോടുകൂടി പറയുന്ന കരുണയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്